സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഒരു തദ്ദേശ വാർഡുണ്ട്. ഏക വാർഡാണ് താമരശ്ശേരി പഞ്ചായത്തിലെ കരിങ്ങമണ്ണ. ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിനെതിരായ സമരത്തെ തുടർന്ന് കേസിലകപ്പെട്ടതോടെ ഒളിവിലാണ് UDF സ്ഥാനാർത്ഥി കുടുക്കിൽ ബാബു. ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസുകാരനായ വിമതൻ ബാലകൃഷ്ണനും വിജയം ഉറപ്പെന്ന് ആവർത്തിച്ച് LDF സ്ഥാനാർത്ഥിയും വാർഡിൽ സജീവമാണ്. UDF പ്രചാരണത്തിന് സ്ഥാനാർത്ഥിയില്ല, പക്ഷേ വിജയത്തിന് ഒരു കുഴപ്പവും വരില്ലെന്ന് ആവർത്തിക്കുകയാണ് പ്രവർത്തകർ. സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥി ഇവിടെ നിലവിലില്ലാത്തതിന്റെ സാഹചര്യം ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന സംഭവമാണ്. ഹേമന്ത് സോറൻ ജയിലിൽ കടന്ന് വിജയം നേടിയ ആളാണ്. അതേപോലെ ഇവിടെ ബാബു ആടേടോ കടന്നോ വിഷയമല്ല. UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയോട് പ്രശ്നങ്ങളില്ല, പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ വോട്ടിലൂടെ ഞെട്ടിക്കുമെന്ന് വിമതൻ ബാലകൃഷ്ണൻ പുല്ലങ്ങോട്ട്. ലീഡേഴ്സിന്റെ ഒരു മേധാവിത്വം മാത്രം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക, അല്ലാത്തവർക്കുള്ള യാതൊരു ബാധിത്യവും വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാനിപ്പം അത് ഞാൻ എടുത്ത തീരുമാനമല്ല, നമ്മുടെ വാർഡ് കമ്മിറ്റി മൊത്തത്തിലെടുത്ത തീരുമാനമാണ്. ഫ്രഷ് കട്ട് സമരം സജീവ ചർച്ചയാകുന്ന വാർഡിൽ താനും സമരത്തിൽ സജീവമാണെന്നും വിജയമുറപ്പെന്നും LDF സ്ഥാനാർത്ഥി നവാസ്. ഇത് സ്ഥാനാർത്ഥി വോട്ടർമാരിൽ നേരിൽ കാണാത്തുള്ള പരിപാടികളാണ്. ഇത്തരം ഒരു സംഭവം എൻ്റെ 45-ാം വയസ്സിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരം സംഭവങ്ങൾ കാണുന്നത്. ഇത്തരം ഇതിൽ ജനങ്ങളെ വിധി ചെയ്തട്ടെ. ഫലം എന്തായാലും വാർഡിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമെന്ന് ഉറപ്പാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.